അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1504, സൂറത്തുൽ ഇസ്രാ 56, 57 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل ادعوا الذين زعمتم من دونه فلا يملكون كشف الضر عنكم ولا تحويلا أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب ويرجون رحمته ويخافون عذابه إن عذاب ربك كان محذورا. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. قل نبي أنغ പറയൂ, ഉദ്ഉ الذين زعمتم من دونه, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ദൈവങ്ങളാണെന്ന് വാദിക്കുന്നവരോട് നിങ്ങൾ വിളിച്ചു ചോദിക്കുക, അല്ലെങ്കിൽ അവരെ നിങ്ങൾ വിളിക്കുക, അവരോട് പ്രാർത്ഥിക്കുക. ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും, അവർ നിങ്ങളെ തൊട്ടൊരു ഉപദ്രവം നീക്കിക്കളയാനെ ഉടമയാക്കുന്നവരല്ല. വലാ തഹ്വീല, അതിനെ മറ്റൊരു സ്ഥലത്തേക്ക് നീക്കുന്നതിനും മാറ്റുന്നതിനും കഴിവുള്ളവരല്ല. ഉലായിക, അക്കൂട്ടർ, അല്ലദീന യദ്ഊന, ഇവർ വിളിച്ച് അല്ലെങ്കിൽ ഇവർ ആരാധിക്കുന്ന ആ ദൈവങ്ങളെന്ന് പറയുന്ന കൂട്ടർ, യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത്ത, അവരുടെ നാഥനായ അല്ലാഹുവിലേക്ക് സാമീപ്യം കരസ്ഥമാക്കാനുള്ള മാർഗങ്ങൾ തേടുന്നവരാണ്. അയ്യുഹും അഖറബു, അതായത് അവരിൽ നിന്ന് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ തന്നെ ഇനിയും പടച്ചവന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ എന്താണ് വഴി എന്നന്വേഷിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ വയർജൂന റഹ്മതഹു, അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയും വയഖാഫൂന അദാബഹു, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നവരാണ്. ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ, നിശ്ചയം തങ്ങളുടെ നാഥനായ അള്ളാഹുവിന്റെ ശിക്ഷ അത് സൂക്ഷിക്കപ്പെടേണ്ടതു തന്നെയാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞു. അള്ളാഹുവിന് പുറമെ ദൈവങ്ങൾ എന്ന കാഴ്ചപ്പാടിൽ മറ്റുള്ളവരെ സംവിധാനിച്ചിരിക്കുന്ന ശക്തികൾക്കെതിരെ അതിശക്തമായ വിധത്തിലുള്ള ഒരു നിലപാടാണ് ഈ രണ്ട് സൂക്തങ്ങളിലൂടെ അള്ളാഹു തആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. അള്ളാഹു മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളൂ എന്നതിന്റെ എമ്പാടും രേഖകളും തെളിവുകളും ഈ അധ്യായത്തിൽ തന്നെ പലതവണ ആവർത്തിച്ചു പറഞ്ഞുവല്ലോ. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊന്നുകൂടി സ്ഥിരീകരിക്കുകയാണ് ഇവിടെ. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായി ഉറക്കേണ്ടതാണ് തൗഹീദ്. അള്ളാഹുവിന്റെ ഏകത്വത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് ശരിയായ വിധത്തിൽ തന്നെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിൽ കുറെ അബദ്ധങ്ങൾ വിശ്വസിച്ചു വെച്ചവരുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് അവസാനം പറയാം. എന്നാൽ ശരിയായ തൗഹീദ് എന്ന് പറയുന്നത് അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹൻ. ബാക്കി ഒരൊറ്റ ശക്തിയും അവരെത്ര വലിയവരായാലും ശരി, എത്ര ഉന്നതന്മാരായാലും ശരി, അവരാരും ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവരാവുക, ദൈവമാകാൻ പറ്റിയവരാവുക എന്ന പരുവത്തിലേക്ക് ഉയരുകയില്ല. ഇതാണ് ഇസ്ലാമിന്റെ കൃത്യമായിട്ടുള്ള നിലപാട്. എന്നാൽ വേദക്കാരായിട്ട് അറിയപ്പെട്ടിരുന്ന യഹൂദി നസാറാക്കളും അതേപോലെ അറേബ്യൻ മുശ്രിക്കുകളുമൊക്കെ അള്ളാഹു അല്ലാത്ത പലരെയും ദൈവങ്ങളായി കൊണ്ടു നടക്കുന്ന രീതി സ്വീകരിച്ചിരുന്നു. നിങ്ങൾ നോക്കൂ, ചില മുശ്രിക്കുകളൊക്കെ പറഞ്ഞിരുന്നത് ഞങ്ങള് അള്ളാഹുവിനെ ആരാധിക്കാൻ മാത്രം ഞങ്ങൾ കഴിവുള്ളവരല്ല, അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ച വലിയ വലിയ ആളുകളുണ്ടല്ലോ അവരെ ഞങ്ങൾ ആരാധിക്കും, ഞങ്ങൾക്ക് വേണ്ടതൊക്കെ അള്ളാഹുവിൽ നിന്ന് പിടിച്ചു വാങ്ങിത്തരാൻ അവർക്ക് ആ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അവർക്ക് കുറെ അധികാരങ്ങളുണ്ട്, കുറെ അവകാശങ്ങളുണ്ട്. ഇതായിരുന്നു അവരുടെ വാദം. ഉസൈർ അലൈഹിസ്സലാമിനെ യഹൂദികൾ ആ അർത്ഥത്തിൽ പടച്ചവന്റെ മകനാണ് എന്ന് പറഞ്ഞ് ആരാധ്യനാക്കി മാറ്റിയിട്ടുണ്ട്. ഈസാ അലൈഹിസ്സലാമിനെയും ഉമ്മയായ മറിയം ബീവിയെയും നസാറാക്കൾ ആരാധ്യ വസ്തുക്കളാക്കി മാറ്റിയിട്ടുണ്ട്. മലക്കുകളെ
ജിന്നുകളിൽ നിന്നുള്ള ചിലരെ ഒക്കെ, അതേപോലെ ചില പുണ്യപുരുഷന്മാരായി അറിയപ്പെട്ടിരുന്ന മുൻകാലത്തുള്ള ചിലരെ ഒക്കെ അറേബ്യൻ മുശ്രിക്കുകൾ ദൈവങ്ങളായി സംവിധാനിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ദൈവങ്ങളുടെ പ്രതിമകളുണ്ടാക്കി അവകളുടെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യുന്ന, അവകളെ ആരാധിക്കുന്ന രീതിയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത് ഷിർക്കിന്റേതായിട്ടുള്ള സാഹചര്യങ്ങളിൽ. എന്നാൽ അങ്ങനെയുള്ള ആളുകൾ അവരുടെ പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ ഈ കീഴ്ദൈവങ്ങളോട് പറഞ്ഞാൽ മതി. അപ്പൊ സൂപ്പർ ഗോഡായ അള്ളാഹുവിനോട് അവര് ഞങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞ് ആവശ്യമായത് ഞങ്ങൾക്ക് നേടിത്തരും. അതായത് അവർക്ക് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ നേടിത്തരാൻ ആരെക്കൊണ്ട് പറ്റും? അവരെ കൊണ്ട് പറ്റും. പടച്ചവന്റെ അനുമതി പോലുമില്ലാതെ അള്ളാഹുവിൽ നിന്ന് പിടിച്ചു വാങ്ങിത്തരാൻ കഴിവുള്ളവരും ശക്തന്മാരുമാണ് ഈ ദൈവങ്ങൾ എന്നായിരുന്നു അവരുടെ വാദം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരൊന്നും ഉടമയാക്കുന്നില്ല, ഉടമാവകാശം അവർക്കില്ല എന്ന് അടിക്കടി ഖുർആനിൽ അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ പരാമർശിക്കുന്നിടത്തൊക്കെ പറഞ്ഞത്. അപ്പോ അള്ളാഹു ഇവിടെ തിരുത്തുന്നത് എന്താണ്? അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യാൻ പോലും അധികാരമുള്ള ഒരാളും ഒരു വ്യക്തിയും എവിടെല്ല ലോകത്ത് ഇല്ല. എന്നാൽ അങ്ങനെ അധികാരമില്ലാതെ തന്നെ, പടച്ചവന്റെ അനുമതി ഇല്ലാതെ തന്നെ ചെയ്യാൻ അവർക്ക് സാധിക്കുമെന്ന വാദമായിരുന്നു വാസ്തവത്തിൽ ഈ മുശ്രിക്കുകൾക്കൊക്കെ ഉണ്ടായിരുന്നത്. ഈസാ അലൈഹി ഇസ്ലാമിനെ ആരാധിക്കുന്ന ആളുകൾ, ഈസാ അലൈഹി ഇസ്ലാം ദൈവമാണ്, ആ ദൈവം സൂപ്പർ ഗോഡിൽ നിന്ന്, വലിയ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായത് പിടിച്ചു വാങ്ങിത്തരും, അതാണ് അവരുടെ വാദം. അപ്പൊ അത്തരമൊരു നിലപാട് സ്വീകരിച്ച് അവര് മുന്നോട്ട് പോയതുകൊണ്ടാണ്, നോക്കൂ ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ശുപാർശ എന്നൊരു സംഗതി അവര് പറയാറുണ്ട് ചിലപ്പോ. ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, ഈ ദൈവങ്ങൾ അള്ളാഹുവിങ്കൽ ഞങ്ങൾക്ക് ശുപാർശകരാണ് എന്ന് പറയാറുണ്ട്. വാസ്തവത്തിൽ ഈ ശുപാർശ അവര് പറയുന്ന രീതി എങ്ങനെയാ? അവര് പറയുന്ന രീതി, പടച്ചോനെ ഈ ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് ഈ മഹാന്മാരെന്ന് ഇവർ പറയുന്ന ദൈവങ്ങൾ പറയുമെന്നല്ല, മറിച്ച് ശുപാർശ എന്നതുകൊണ്ട് അവരുദ്ദേശിച്ചത് അള്ളാഹുവിൽ നിന്ന് പിടിച്ചു വാങ്ങിത്തരുമെന്നാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് അള്ളാഹു താല ശുപാർശകരാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചവരെ നിരാകരിച്ചുകൊണ്ട് അള്ളാഹു ചോദിച്ച് മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇസ്നിഹി, അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ പടച്ചവങ്കൽ ശുപാർശ ചെയ്യാൻ ആരാണുള്ളത്? അപ്പൊ അനുമതിയില്ലാതെ ശുപാർശ ചെയ്യാൻ ആരാണുള്ളത് എന്ന ചോദ്യം അള്ളാഹു ചോദിക്കണമെങ്കിൽ അങ്ങനെ വാദിക്കുന്ന ചിലരുണ്ട് എന്ന് സ്ഥിരപ്പെട്ടതുകൊണ്ടല്ലേ. അപ്പൊ എല്ലാവരും പറയാണ് അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ശുപാർശ ചെയ്യാൻ ആർക്കും സാധിക്കില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നെങ്ങാനും ഒരാൾ പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞ പിന്നെ കാര്യമുണ്ടോ? അപ്പൊ അല്ലാഹു തആല മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇസ്നിഹി, അനുമതിയില്ലാതെ ആര് ശുപാർശ ചെയ്യുമെന്ന് അല്ലാഹു തആല ചോദിക്കുന്നതിന്റെ തന്നെ കാരണം, അതിന്റെ സാങ്കത്യം, അല്ലാഹു അല്ലാതെ ശുപാർശക്ക് അർഹരായിട്ടുള്ള ആളുകൾ ആണ് ഞങ്ങളുടെ ദൈവങ്ങൾ. അനുമതിയില്ലാതെ തന്നെ ശുപാർശ ചെയ്യാൻ ആർക്ക് സാധിക്കും? അവർക്ക് സാധിക്കുമെന്നായിരുന്നു ഇവർ വിശ്വസിച്ചത്. ആ വിശ്വാസത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തകർക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി അനുമതിയില്ലാതെ ശുപാർശ ചെയ്യാൻ മാത്രം കേമന്മാരായ ഈ ആളുകൾ അവര് ആരാധിക്കപ്പെടാൻ തന്നെ അർഹരാണ് എന്നിടത്തേക്കാണ് ഇവരുടെ ബഹുമാനം പോയത്. അത് അപകടമാണ്. മനസ്സിലായോ? ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലുള്ള കുഴപ്പം എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ ഉണ്ടാക്കുന്ന വസ്വാസുകളിൽ നമ്മൾ പെട്ടുപോകും. ചിലരുണ്ടാക്കുന്ന വസ്വാസ് എന്താ? അറേബ്യൻ മുശ്രിക്കുകൾ അടക്കം എല്ലാ ആളുകളും ശുപാർശ ചെയ്യും മഹാന്മാരെന്ന് തന്നെ വിശ്വസിച്ചിട്ടുള്ളൂ. അതന്നെയാണ് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന സുന്നികളും വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ് സാമാന്യവൽക്കരിക്കാനുള്ള കടുത്ത അസത്യം പ്രചരിപ്പിക്കാറുണ്ട്. അതിന്റെ നിജസ്ഥിതിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് ഗൌരവത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. രണ്ടു കൂട്ടരുടെയും വാദത്തിന്റെ വ്യത്യാസവും ഒന്നിലുള്ള അപകടവും മറ്റതിലുള്ള സുതാര്യതയും തിരിച്ചറിയണം. ശുപാർശ എന്നൊരു സംവിധാനം അല്ലാഹു തആല ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് അല്ലാഹു തആല ശുപാർശ സ്വീകരിക്കുമെന്ന് തന്നെയാണ് അല്ലാഹു പറയണത്. പക്ഷെ ശുപാർശ അല്ലാഹുവിനോട് ചെയ്യാൻ അല്ലാഹുവിന്റെ അനുമതി വാങ്ങിയവർക്കേ പറ്റൂ. അല്ലാഹ് അനുവദിച്ച് ചെയ്യുന്ന ശുപാർശയെ അല്ലാഹു തആല സ്വീകരിക്കും, അത്രയേ ഉള്ളൂ. എന്നാൽ ഇവരുടെ ശുപാർശ അല്ലാഹു തആല തള്ളിയത് എന്തുകൊണ്ടാ? ഇവരെ അള്ളാന്റെ അനുമതിയില്ലാതെ തന്നെ ഞങ്ങളുടെ ഈ ദൈവങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ അധികാരമുണ്ടെന്ന് ഇവർ വിശ്വസിച്ചു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഈ ആളുകളെ അവരെന്ത് ചെയ്തു? ആരാധ്യ വസ്തുക്കളാക്കി. ആരാധിക്കപ്പെടാൻ അർഹത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നതാണ് വസ്തുത.
അപ്പൊ ആരാധിക്കപ്പെടാനുള്ള അർഹത അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്തതാണ് അവരുടെ ഒന്നാമത്തെ കുഴപ്പം. അതിന്റെ അടിസ്ഥാനത്തിൽ അവരുണ്ടാക്കിയ തെറ്റായ ചിന്താഗതികളും വാദഗതികളുമാണ് പടച്ചവന്റെ അടുത്തുനിന്ന് നിർബന്ധിച്ചു വാങ്ങിത്തരും എന്ന് തുടങ്ങിയിട്ടുള്ള സംഗതികൾ. അതേസമയത്ത് കേരളത്തിലെ എന്നല്ല ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസികളും അവർ ശുപാർശ ചെയ്യും മഹാന്മാര് എന്ന് വിശ്വസിക്കുന്നത് ആ മഹാന്മാർ ആരാധ്യന്മാരാണെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല, അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ശുപാർശ ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ടും അല്ല, മറിച്ച് പടച്ചവന്റെ അനുമതിയോടെ ആ മഹാന്മാര് ശുപാർശ ചെയ്യൂ. പക്ഷെ അനുമതിയോടെ ശുപാർശ ചെയ്യാൻ അള്ളാഹു താല പലർക്കും അവസരം കൊടുക്കുന്നുണ്ട്. ആ ശുപാർശക്ക് വലിയ വിലയും നിലയുമുണ്ട്. അപ്പൊ നമ്മളുടെ വിശ്വാസവും മുശ്രിക്കിന്റെ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, അള്ളാഹു അല്ലാത്ത ഇവരൊക്കെ ദൈവങ്ങളാണ് എന്ന് വിശ്വസിക്കുകയാണ് ഇവർ ചെയ്തത്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിനെതിരാണ്. നമ്മൾ അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയും ദൈവമായി അംഗീകരിക്കുന്നില്ല, അള്ളാഹുവിനെ മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് രക്തത്തിലും മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്ന വിശ്വാസത്തിന്റെ ഉടമകളാണ് നമ്മൾ. അപ്പൊ ഈ നമ്മളെ നോക്കിയിട്ട് അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരുണ്ട് എന്ന് പറയുന്നവരെ പോലെയാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ സഹതപിക്കാനല്ലാതെ മറ്റ് നിവൃത്തിയൊന്നുമില്ല എന്നേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവര് ശുപാർശക്കാരാന്നാണ് അറേബ്യൻ മുശ്രിക്കും വിശ്വസിച്ചത്. നിങ്ങളും അമ്പിയാക്കളും ഔലിയാക്കളൊക്കെ ശുപാർശക്കാരാന്ന് വിശ്വസിക്കണില്ലേ എന്നാണ്. അവര് ശുപാർശക്കാരാന്ന് വിശ്വസിച്ചതും നമ്മൾ ശുപാർശക്കാരാന്ന് വിശ്വസിച്ചതും രണ്ട് രീതിയിലാണ്. വിശ്വാസത്തിന്റെ ശൈലി അനുസരിച്ചാണ് ശിർക്കും തൗഹീദും ഒക്കെ തീരുമാനിക്കപ്പെടുക. എന്താണ് പറയുന്നത് എന്നല്ല, ആ പറയുന്ന സമയത്തുള്ള ആളുടെ നിലപാടെന്താന്നാ നോക്കുക. നോക്കൂ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ശുപാർശക്കാരാണെന്ന് അവര് പറഞ്ഞത് എങ്ങനെയാ? ഞങ്ങളുടെ ദൈവങ്ങൾ പടച്ചവന്റെ അനുമതിയില്ലാതെ തന്നെ പടച്ചവന്റെ അടുത്തുനിന്ന് കാര്യങ്ങൾ നേടിത്തരാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് അള്ളാഹു താല അതിനെ നിരാകരിച്ചതാണ് സൂറത്തുൽ ബഖറയിലെ 255 ആയത്ത്. അയളമു ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും വലിയ സൂക്തം എന്ന് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസിയിൽ അള്ളാഹു താല പറഞ്ഞത് മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ആരാണ് ശുപാർശ ചെയ്യുക എന്ന് ചോദിച്ചത്. അപ്പൊ അനുമതി ഇല്ലാതെ ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിച്ചൊരു കൂട്ടരെ തിരുത്താനാണ്. അതേസമയത്ത് നമ്മൾ വിശ്വസിച്ചതോ? നമ്മൾ വിശ്വസിച്ചത് അള്ളാഹുവിന്റെ അനുമതിയോടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം എല്ലാ മഹാന്മാരും ശുപാർശ ചെയ്യൂ എന്നാണ്. അങ്ങനെ ചെയ്യുന്ന ശുപാർശ അള്ളാഹു തആല സ്വീകരിക്കുമെന്ന് അവൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അള്ള തീരുമാനിച്ചതിന് ഇനി ഇവരെ ചീട്ട് വേണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തൽക്കാലം വകവെച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല എന്നേ നമ്മൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, ആന അവ്വലു ഷാഫിഈൻ അവ്വലു മുശഫഈൻ. ശുപാർശ എന്ന സംവിധാനമല്ല എന്നല്ല റസൂലുള്ളാഹി പറഞ്ഞേ. ആന അവ്വലു ഷാഫിഈൻ, നാളെ പരലോകത്ത് മഹ്ശർ മൈതാനിയിൽ ആദ്യമായിട്ട് ശുപാർശ ചെയ്യാൻ അനുമതി കിട്ടുന്നത് എനിക്കാണ്. എന്റെ ശുപാർശ തന്നെയാണ് അല്ലാഹു തആല ആദ്യമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുക. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ച പവന്മാറ്റ പവറുള്ള ഹദീസിൽ നമുക്ക് കാണാമല്ലോ, മഹ്ശർ മൈതാനിയിൽ 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള നൃത്തം ജനങ്ങളെല്ലാവരും നിന്നിങ്ങനെ വിഷമിക്കുന്ന നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവരെല്ലാവരും കൂടെ ഇസ്തഗാസൂ ബി ആദമ, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പോയിട്ട് സഹായം തേടും. നിങ്ങളൊന്ന് പഠിച്ചവനോട് പറയും, നിങ്ങളൊന്ന് അള്ളാഹിനോട് പറയും, ഇന്നത്തെ ഇടങ്ങേർന്നൊന്ന് രക്ഷപ്പെടുത്തി തരാൻ. അതിന്റെ ഇവർക്കാണ് പറഞ്ഞൂടെ? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ എന്തിനാപ്പ നമുക്ക് മഹാന്മാരൊരു ഇടത്തട്ട്? നമുക്ക് ഡയറക്റ്റഡ് പറഞ്ഞാൽ പോരെ? പറയാമെന്ന് പറഞ്ഞിരുന്ന ആളുകളൊക്കെ ഉണ്ടാവും അതിൽ അന്ന്. ഞങ്ങൾക്കിന്ന് പടച്ചവനോട് പറയാൻ ഭയങ്കര ഭയാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് പറയൂ, നിങ്ങൾ അള്ളാന്റെ അടുത്ത ആളല്ലേ. കണ്ടോ, ഇതന്നെയാണ് ഈ ലോകത്ത് ജീവിക്കുമ്പോഴും സുന്നികളുടെ ഈ ഇസ്തിഗാസയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ലോജിക്ക് പറഞ്ഞത്. അള്ളാഹുവിനോട് ആര് ചോദിക്കുന്നതും ശരിയാണ്, ആർക്കും ചോദിക്കാം, ചോദിച്ചതിന് ഉത്തരം തരാമെന്നും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാവരുടെ ചോദ്യവും ഒരേ രീതിയിലല്ല അള്ളാഹു തആല എടുക്കുക. ചിലരുടെ ചോദ്യത്തിന് കുറച്ച് പവർ കൂടും, അത് ശരി തന്നെയല്ലേ? അത് നമുക്ക് ആർക്കാ തർക്കമുള്ളത്? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ഒരു കാര്യം ദ്വാർക്കണതും ഞാൻ ദ്വാർക്കണതും ഒരുപോലെയാണോ? അല്ല. അപ്പൊ എന്റെ ഒരു വിഷയം ശരിയായി കിട്ടണം, അതിന് മുത്തുനബി സല്ലല്ലാഹു നിങ്ങൾ കൊണ്ടൊന്ന് പറയിപ്പിക്കുക എന്ന് പറയണത് അത് ശരിയായി കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ്. അതാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 5-ാം അധ്യായം സൂറത്തു മാഇദ, സൂറത്തു മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്? അതിന്റെ 55, 56 സൂക്തങ്ങളിൽ അല്ലാഹു പറഞ്ഞത് എന്ത്? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ് സ്വലാത്ത വയുഅ്തൂനസ് സകാത്ത വഹും റാക്കിഊൻ വമൻ യതവല്ലല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ.
അള്ളാഹുവും അവന്റെ റസൂലും യഥാർത്ഥ സത്യവിശ്വാസികളുമാണ് നിങ്ങളുടെ സഹായികൾ. അപ്പൊ യഥാർത്ഥ സത്യവിശ്വാസികളും റസൂലുള്ളയും നമ്മുടെ സഹായികളാണ്. അവരെ സഹായികളാക്കി സ്വീകരിച്ചവർ അള്ളാന്റെ പാർട്ടിയാണ്. അള്ളാന്റെ പാർട്ടിയെ വിജയിക്കുന്ന സൂറത്ത് മാഇദയുടെ 55, 56 സൂക്തങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. സഹായങ്ങളൊന്നും ആക്കാൻ പറ്റൂല എന്ന് നമ്മുടെ നാട്ടിൽ ഏതോ ചില ആളുകൾ ഖുർആൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാകാതെ വാചകടിക്കുക. ഈ വാചകടിയാണോ അള്ളാന്റെ ഖുർആനാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഇവിടെയാണ് ആ വിഷയത്തിലുള്ള വ്യത്യാസം. എന്നാ പിന്നെ മുശ്രിക്കുകൾ ചെയ്തത് എന്താ? അവരെ അള്ളാഹു അല്ലാത്ത മഹാന്മാരെ കേവലം സഹായികളാക്കുകയല്ല, മറിച്ച് അള്ളാഹു അല്ലാത്തവരെ ആരാധ്യന്മാരാക്കുകയാണ്. ആരാധ്യനാക്കിയാൽ തൗഹീദ് പൊളിയാണ്, സഹായിയാക്കുമ്പോൾ തൗഹീദ് പൊളിയുന്നില്ല. രണ്ടു തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ് എന്നർത്ഥം. ഇത് തിരിയാതെ മുസ്ലിമീങ്ങൾക്ക് നേരെ ശിർക്കാരോപിക്കുന്ന അപകടകാരികൾ ഈ സമൂഹത്തിലുണ്ട് എന്നത് എല്ലാവരും ഗൌരവതരമായി മനസ്സിലാക്കണം. എന്നിട്ട് അള്ളാഹു പറയണ എന്താ ഇവിടെ? ഖുൽ നബിയെ തങ്ങൾ പറയൂ, ഉദ്ഉല്ലദീന സഅംതും, നിങ്ങൾ ആരാധ്യന്മാരാണെന്ന് വാദിക്കുന്നവരെ വിളിക്കുക. മിൻ ദൂനിഹി, അള്ളാഹു പുറമെ ആരാധ്യന്മാരാണെന്ന് നിങ്ങൾ പറയുന്ന മലക്കുകളാവട്ടെ, ഈസാ അലൈഹി ഇസ്ലാമാവട്ടെ, ഉസൈർ അലൈഹി ഇസ്ലാമാവട്ടെ, മറ്റേത് മഹാത്മാക്കളാവട്ടെ, ആരാധ്യന്മാരാണ് എന്ന കൺസെപ്റ്റിൽ നിങ്ങൾ വിളിക്കുന്നവരെ നിങ്ങൾ വിളിക്കൂ. നിങ്ങളെ കാര്യങ്ങളൊക്കെ ഒരു നേടിത്തരാൻ വേണ്ടി വിളിച്ചു നോക്കൂ. വിളിച്ചു നോക്കിയാൽ ഫലാ യംലികൂന കശ്ഫദ്ദുർരി അൻകും വലാ തഹ്വീലാ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീക്കിത്തരാനോ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകളെ മറ്റൊരാളിലേക്ക് മാറ്റിക്കൊടുക്കാനോ ഉള്ള അധികാരം അവർ ഉടമയാക്കുന്നില്ല. ഉടമയാക്കാരൻ എന്താ? അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ സ്വന്തമായിട്ടത് ചെയ്യാൻ അവർക്ക് കഴിയില്ല. അപ്പൊ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് വാദിച്ചിട്ടാണ് അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചത്. എന്നാൽ അള്ളാഹു അല്ലാത്ത മഹാന്മാരെ സഹായത്തിന് വിളിക്കുന്ന സുന്നികൾ അള്ളാഹു അല്ലാത്ത ഒരു മഹാനും ഒരു ചെറുവിരൽ അനക്കാൻ പോലും അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ രണ്ടു കൂട്ടരും ഒരുപോലെയാണെന്ന് പറയണമെങ്കിൽ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാനേ അത് സംബന്ധമായി നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളൂ. എന്നിട്ട് അള്ളാഹു പറയാണ് അവർക്ക് ഒരു സ്വന്തമായി ഒരു അധികാരമല്ല എന്ന് പറഞ്ഞിട്ട്, എന്തുമാത്രമല്ല ഉലായിക്കല്ലദീന യദ്ഊന, ആരാധ്യന്മാരാണെന്ന് പറഞ്ഞ് ഇവർ വിളിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആ കക്ഷികളുണ്ടല്ലോ മഹാന്മാർ, അവർ യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം തേടുകയാണ് അവർ. അതായത് ഇപ്പോൾ ലഭിച്ചതിനേക്കാൾ പടച്ചവനുള്ള സാമീപ്യവും അടുപ്പവും കൂട്ടാൻ കുറച്ചുകൂടി എന്താ ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ച് ആരാധനകളിലും മറ്റും സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ് മഹാന്മാർ. അതായത് അയ്യുഹും അഖറബു, അള്ളാഹുവിന്റെ ഏറ്റവും സമീപസ്ഥരായിട്ടുള്ള മഹാന്മാര് പോലും എന്താ ചെയ്യണത്? ഇനിയും അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് അടുക്കാൻ എന്തു ചെയ്യണമെന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ പിന്നെ അത്ര തന്നെ സാമീപ്യം കിട്ടാത്ത ആളുകൾ എന്തായാലും ഒരു പരിശ്രമിക്കുമല്ലോ. അപ്പൊ ഇവർ ദൈവങ്ങളാണെന്ന് പറയുന്ന മഹാന്മാർ പടച്ചവനിലേക്ക് കൂടുതൽ അവന്റെ സാമീപ്യം കിട്ടാൻ വേണ്ടി വീണ്ടും അവര് ആരാധന ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ വിനീത വിധേയരായ അടിമകൾ എന്ന് വിലയിരുത്തുന്ന മഹാന്മാർ ഞങ്ങളുടെ ആരാധ്യന്മാരാണ് എന്ന് പറയുന്ന അശ്ലീലം, അതാണ് ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മഹാന്മാർ അള്ളാഹുലേക്ക് അടുക്കാൻ എന്താണ് മാർഗമെന്ന് ചിന്തിക്കുന്നു എന്ന് മാത്രമല്ല, വയർജൂന റഹ്മത്തഹു, അവർ അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയും വയഖാഫൂന അദാബഹു, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നു. മനസ്സിലായോ? അതായത് ഈ മഹാന്മാരായ ആളുകൾ എന്നെ തന്നെ അള്ളാഹു ശിക്ഷിച്ചേക്കുമോ എന്ന് ഭയപ്പെടുന്നുണ്ട്. പടച്ചവനെ നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിയണമെന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവരൊക്കെ തന്നെ ജീവിക്കുന്നതെങ്കിൽ അവര് ദൈവങ്ങളാണെന്ന് പറയുന്നത് വല്ലാത്ത മോശമല്ലേ? ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ, നിശ്ചയം തങ്ങളുടെ നാഥനായ അള്ളാഹുവിന്റെ ശിക്ഷ അത് സൂക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അഥവാ ശിക്ഷക്കൊരാൾ അർഹനായാൽ അവന്റെ കാര്യം കട്ടപ്പുകയാണ്. അതുകൊണ്ട് പടച്ചോന്റെ ശിക്ഷ എന്നിലേക്ക് വരാതിരിക്കാൻ, അവന്റെ സാമീപ്യവും പൊരുത്തവും കരസ്ഥമാക്കാൻ ഇനിയും കൂടുതൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നവരാണ് ആ മഹാന്മാർ. അങ്ങനെയുള്ള മഹാന്മാരെ ദൈവങ്ങളാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന രീതിയാണ് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർ ചെയ്യുന്നത്. അതേസമയത്ത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ പടച്ചവന് വലിയ പൊരുത്തമുള്ളവരാണ്. അവരൊരു സംഗതി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടാൽ അള്ളാഹു തആല അത് തിരസ്കരിക്കാറില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ ഖുദ്സിയായ ഹദീസിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിൻ ഇബാദി മൻ ലൗ അഖ്സമ അലല്ലാഹി ലാ ബർറഹു, അള്ളാഹുവിന്റെ ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലാ ബർറഹു, അള്ളാഹുവിന്റെ അടിമകളിൽ ചിലരുണ്ട് അവരൊരു കാര്യം വേണമെന്ന് വെച്ച് പടച്ചവനെ സാക്ഷി നിർത്തി പറഞ്ഞാൽ അള്ളാഹു അത് നടപ്പാക്കി കൊടുക്കുക തന്നെ ചെയ്യും.
അല്ലാഹു തആല തന്നെ പറഞ്ഞൂല ഇൻസാലനീ ലഉഴ്തിയന്നഹു, എന്റെ ഇഷ്ടം കരസ്ഥമാക്കിയ അടിമ എന്നോട് വല്ലതും ചോദിച്ചാൽ ഞാനത് കൊടുത്തിരിക്കും. നമ്മൾ ചോദിച്ചാലും തരും, പക്ഷെ നമ്മൾ ചോദിച്ചാൽ തരും എന്നതിന് ഇപ്പറഞ്ഞ ഈ സ്ട്രോങ് ഇല്ല വർത്താനത്തിന്. ഉദുനി, നിങ്ങൾ എന്നോട് ദ്വാരന്നോളി മസ്തജിബിലപ്പു, ഞങ്ങൾക്ക് ഉത്തരം തരുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തരുന്ന ഉത്തരം ചിലപ്പോൾ ചോദിച്ചു തന്നെ തരും, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട് തരും, ഇല്ലെങ്കിൽ പരലോകത്ത് ഒരു സൽക്കർമ്മമായി നമുക്കത് അള്ളാഹു സന്തോഷത്തിന് കാണിച്ചു തരും. ദ്വാരന്ന വെറുതെ ആവൂല, എന്തായാലും മൂന്നാലൊരു ഗുണം നമുക്ക് കിട്ടും. പക്ഷെ ഇഷ്ടദാസന്റെ ദ്വയെപ്പറ്റി അള്ളാഹു പറഞ്ഞ എന്താ, ലഇൻ സഅലനി, ആ അടിമ എന്നോട് വല്ലതും ചോദിച്ചാൽ, എന്തു ചോദിച്ചാലും ലഉഴ്തി, എന്നത് കൊടുത്തിരിക്കും. അവിടെ എന്തില്ല, അതെന്നെ കൊടുക്കുക എന്ന സംഗതി തന്നെ അള്ളാഹു ഏറ്റെടുത്തതാണ്. മഹാന്മാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമല്ല, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ നമ്മുടെ സഹായികളാണ് എന്ന് അള്ളാഹു തആല പറയുകയും ചെയ്താൽ, പിന്നെ ഇസ്തിഗാസയെയും അതേപോലെ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്ന ശിർക്കിനെയും തമ്മിൽ കൂട്ടിക്കെട്ടി വസ്വാസ് ഉണ്ടാക്കുന്നത് കടുത്ത അപരാധമാണ്, ദുർവ്യാഖ്യാനമാണ് എന്ന് തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈമാനും ഹിദായത്തും നിലനിർത്തി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.